ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. ഇന്ന് നമുക്ക് മാങ്ങ അച്ചാർ, മമ്മി ഇടുന്ന മാങ്ങ അച്ചാർ എങ്ങനെയാണെന്ന് കാണാം. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ രീതിയിലാണ് മമ്മി ഇടുന്നത്. അത് ഒരു വർഷം 1.5 വർഷം വരെയൊക്കെ നിൽക്കും, കേടുകൂടാതെ നിൽക്കും. അത്ര ടേസ്റ്റാണ്. ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന എൻ്റെ മക്കൾക്ക് വലിയ ഇഷ്ടമേ അല്ല. മമ്മി ഉണ്ടാക്കുന്ന അച്ചാറാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അതുപോലെ തന്നെ പണ്ടൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മമ്മി ഒത്തിരി വെറൈറ്റി ആയിട്ട് അച്ചാറും ഉണ്ടാക്കും. അതൊക്കെ മമ്മിയുടെ അനിയന്മാരും പിന്നെ സിസ്റ്റേഴ്സും ഒക്കെ വന്നിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചോദിച്ചാലും അച്ചാറിട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻസിനൊക്കെ കൊടുത്തു. അവരെല്ലാവരും എന്നോട് പറഞ്ഞ് ഈ വീഡിയോ ഒന്ന് ഇടണേന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇടുവാണേ മമ്മിയെ കൊണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 കിലോ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അച്ചാറിടാൻ തുടങ്ങുകയാണ്. എൻ്റെ കൊച്ചുമക്കൾക്കെല്ലാം എൻ്റെ അച്ചാർ ഇഷ്ടമാണ്. അതുകൊണ്ട് അത് മാങ്ങ വലുതായിട്ട് ഇടാം, ചെറുതായിട്ടും ഇടാം. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം ചെറുതായിട്ടിടുന്ന ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അതിടാൻ തുടങ്ങുകയാണ്. ആദ്യം മാങ്ങയുടെ മോടം ചെത്തിയിട്ട് അത് നമ്മൾ വെള്ളത്തിലിടും. നേരത്തെ കഴുകത്തില്ല, വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു നല്ല തുണി എടുത്ത് അത് തുടച്ചെടുക്കും. എടുത്ത് കഴുകിയിട്ട് പാത്രത്തിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം തുടച്ചിട്ട് വേണം തുണി അതിൻ്റെ ചെത്തിക്കളയാൻ. നല്ലൊരു തുണി എടുത്തത് തുടയ്ക്കണം. അതിൻ്റെ കറ കാണും, അതല്ല അതിനായി മോളം ചെത്തിയിട്ട് കഴുകുന്നത്. നല്ലതുപോലെ തുടയ്ക്കണം ഇല്ലേ? വെള്ളം ഇരിക്കാതെ അച്ചാറിന് വെള്ളമേ ഇടത്തില്ല, വെള്ളം ചേർക്കത്തേ ഇല്ല. അതുപോലെ ചെറുതായിട്ട് എൻ്റെ തൊലി ചെത്തിക്കളയണം. ഇതുപോലെ എല്ലാം ചെത്തിയെടുക്കണം. ചെത്തിയെടുത്തിട്ട് വേണം അത് പൂളി നമ്മൾ അരിയാനൊക്കെ ഉണ്ട്. ഞാൻ ഈ മാങ്ങ പൂളി ഇടാൻ പോവാണ്. ഇത് ഒരു പാത്രത്തിനകത്തോട്ട് ഉടഞ്ഞിടുക. ഇത് വെള്ളം കിഴുത്ത പാത്രത്തിൽ ഇടുക അല്ലേ? എന്നിട്ട് പൊടി 2 സ്പൂൺ ഇട്ട്, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ട് ശരിക്കും ഇളക്കണം. എന്നിട്ട് നാടില്ലാതെ നമുക്ക് വാഴയില എടുത്തിട്ടോ അല്ലെ വട്ടയില എടുത്തിട്ടോ അടച്ച് വെച്ചിട്ട് നെയ്റ്റുള്ള ഒരു പാത്രം എന്തുവാന്ന് വെച്ചാൽ എൻ്റെ മണ്ടയിലങ്ങ് വെക്കണം. എന്നിട്ട് അടുത്ത ദിവസം നമ്മൾ ഇതെടുത്ത് അതിന് വേണ്ടുന്ന ചേർത്ത് ചെയ്യാൻ പറ്റും. ഇലയില്ലാത്തത് കൊണ്ട് ഓയിൽ പേപ്പർ വെച്ച് ഇങ്ങനെ അടച്ചിട്ട് ഇതിൻ്റെ മേളിൽ നല്ല ഒരു പാകം വെച്ചേക്കുക. എന്നിട്ട് നാളെ രാവിലെ എടുക്കണം. അടിയിലൊരു പാത്രം വെക്കണം. പാത്രം വെച്ചെങ്കിൽ അതിൻ്റെ മാങ്ങയുടെ വെള്ളമെല്ലാം ഊരി പോരാനുണ്ട്. ഇത് ആക്കിയിട്ട് ഒരു ദിവസം അടുത്ത ദിവസം രാവിലെ എടുക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം വെച്ചാലും കുഴപ്പമില്ല, നല്ലതായിട്ടിരിക്കും. എങ്ങനെയായാലും 1 വർഷം 8 മാസം 1 വർഷമൊക്കെ ഒരു കേടും കൂടാതെ ഇരിക്കും. മഞ്ഞപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് ഇളക്കി വെച്ചതിൻ്റെ വെള്ളമാണ് ഇതിങ്ങനെ പോയെങ്കിലേ നമുക്ക് മാങ്ങ ഉണ്ടാക്കുന്ന കുറേ നാളിരിക്കത്തുള്ളൂ. ഇതേ നല്ലെണ്ണയാണ് ഇതിന് ഒഴിക്കുന്നത്. കടുക് ഇട്ടു, വെളുത്തുള്ളി ഇട്ട്, 1 പിടി വെളുത്തുള്ളി ഇട്ട് ഒന്നായി കഴിയുമ്പോൾ ഇഞ്ചി ഇടണം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. ഇതൊന്ന് അടപ്പേ വെച്ച് തീയത്ത് വെച്ചതൊക്കെ മുളക് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് വാങ്ങി വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് 3 സ്പൂണ് മുളക് പൊടി, ഉലുവപ്പൊടി ഇട്ട്, ഇനി കായപ്പൊടി നല്ലതായിട്ടിടണം.
3 സ്പൂൺ ഉപ്പ് പൊടി, എന്നിട്ട് ഇനി സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടുപ്പ വെച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് വിനാഗിരി ഒഴിച്ച് 1.5 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കുക. ഒന്ന് തണുത്ത് കഴിയുമ്പം മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഇതിനകത്തിട്ട് ഇളക്കിയിട്ട് അത് കഴിഞ്ഞ് തണുത്ത് ഡബ്ബയൊക്കെ ഒരു വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കി തണുപ്പിച്ചൊഴിക്കണം അതിൻ്റെ മണ്ടയിൽ. ഇനിയിപ്പം മാങ്ങ അരിഞ്ഞ് വെച്ചത് തണുത്ത മസാലയ്ക്കകത്ത് ഇടുക. നമ്മൾ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ചൂടാക്കി തണുപ്പിച്ച് ഒഴിക്കണം. 1 വർഷം ഈ അച്ചാർ 1 വർഷത്തിൽ കൂടുതൽ വരെ ഇരിക്കുന്നതാണ്. അതിന് വേണ്ടി എണ്ണ ചൂടാക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഈ കൂട്ടെല്ലാം കൂടെ ഒരുമാതിരി തണുത്ത് കഴിഞ്ഞിട്ട് മാങ്ങ ഇട്ട് ഇളക്കാവും. ഇളക്കി പിന്നെ കോരി വെച്ച് കഴിയുമ്പോൾ ഈ എണ്ണയും തണുപ്പിച്ചൊഴിക്കണം. ബോട്ടിനകത്ത് മാങ്ങ നിറച്ച് വെച്ച് ഇനി അതിൻ്റെ മുകളിൽ എണ്ണ തണുപ്പിച്ച് ഒഴിക്കുക. എന്നിട്ട് എപ്പോഴെടുത്താലും നിരത്തി ഇങ്ങനെ വെച്ചേക്കണം. ഇത് 1 വർഷം വരെ ഇരിക്കാൻ വേണ്ടിയാണ്. ഒന്നും വെള്ളമയം എന്ന് പറയുന്ന സാധനം ഇത് തൊട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും മമ്മി ഉണ്ടാക്കുന്ന അച്ചാർ കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് 1 വർഷം ചിലപ്പോൾ 1.5 വർഷമൊക്കെ ഇരിക്കും. എന്നുവെച്ചാൽ മമ്മിയുടെ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.